പ്രിയമുള്ളവരെ, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മോട്ടിവേഷണൽ വീഡിയോയും ഒരു ചെറിയ കരിയറിനെ കുറിച്ചൊരു ധാരണ. നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, കുട്ടികളാവാം, അല്ലെങ്കിൽ മുതിർന്നവരാവാം, അല്ലെങ്കിൽ പേരൻസ് ആവാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആവാം. അത്യാവശ്യമുള്ള ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി തുടങ്ങി 8, 9, 10 ഈ ക്ലാസ്സുകളിലും എല്ലാവരും ശ്രദ്ധയോടെ തന്നെ കേൾക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ കേട്ട് പറഞ്ഞു കൊടുക്കാവുന്നതുമാണ്. നമ്മളുടെ വിദ്യാഭ്യാസം, അതായത് ഏത് ക്ലാസ്സിലായിക്കോട്ടെ, 7ാം ക്ലാസ്സേ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഭാവിയിൽ ആരായി തീരണമെന്നുള്ളൊരു ചിന്ത നമ്മിൽ നേരത്തെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഡോക്ടറോ, അല്ലെങ്കിൽ എല്ലാവരും നേഴ്സോ, അല്ലെങ്കിൽ എല്ലാവരും എൻജിനീയറോ ഒന്നും ആവണമെന്നില്ല, അല്ലെങ്കിൽ IAS എടുക്കുന്നവനോ ആകണമെന്നില്ല. നമ്മുടെ അഭിരുചിക്കനുസരിച്ചിട്ട് നമുക്ക് താല്പര്യമുള്ളതും നമുക്ക് യോജിച്ചതുമായ ജോലി എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് കണ്ടെത്തി ആ നിലയിലെത്താൻ, അതായത് നമ്മുടെ പ്രായത്തിൽ 25 വയസ്സിന് മുമ്പ് 22 വയസ്സിൽ നമുക്കാവശ്യമായ ജോലി കണ്ടെത്തേണ്ടതാണ്. ആ ജോലിക്ക് ആവശ്യമായ ഒരു തയ്യാറെടുപ്പ് നമ്മൾ ചെറുപ്പത്തിലേ തന്നെ നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഏത് ജോലിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്, നമ്മളുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഡോക്ടർ, നേഴ്സ്, എൻജിനീയർ, ടീച്ചർ, കളക്ടർ, പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ GST ഓഫീസേഴ്സ്, അങ്ങനെ തുടങ്ങി LD ക്ലർക്ക് വരെ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മുടെ മുമ്പിൽ അധികമായിട്ട് തന്നെയുണ്ട്. നമ്മൾ മലയാളിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ മലയാളികൾക്ക് ജോലികൾ, എല്ലാ കുട്ടികളും തന്നെ പുറം രാജ്യങ്ങളിലേക്ക് ജോലി സാധ്യത തേടി പോകുന്നതാണ്. അവിടെ ചെന്നാലും ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, നല്ലതാണ്, നല്ലൊരു ഏണിങ്സ് ഉണ്ടാകുന്നു, നല്ല വരുമാനം നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്നു. പക്ഷേ അതിൻ്റെ പിറകിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് നമ്മളവിടെ ചെന്ന് ഈ ജോലികൾ കണ്ടെത്തുന്നതും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നതും. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു 10ാം ക്ലാസ് പാസ്സായ കുട്ടിക്ക് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ പട്ടാളം, പോലീസ് മുതലായ ജോലികളിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പട്ടാളത്തിലൊക്കെ ഒരു 5 വർഷത്തെ സർവീസ് തുടങ്ങിയിട്ട് അങ്ങനെ 27 വർഷം 28 വർഷം വരെയൊക്കെയുള്ള സർവീസുകൾ വരെയുണ്ട്. ഏറ്റവും മിനിമം 5 വർഷമെങ്കിലും ജോലി ചെയ്യണം. അതുപോലെ തന്നെയാണ് നമുക്ക് പോലീസിലുള്ള ജോലികൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വിവിധ തരം ജോലികൾ, ഓഫീസ് അറ്റൻഡ് തുടങ്ങിയിട്ട് അങ്ങോട്ട് മുകളിലേക്ക് LD ക്ലർക്ക്, അവിടെ നിന്ന് മുകളിലേക്കുള്ള പോസ്റ്റുകൾ. LD ക്ലർക്കിന് തന്നെ ഒരുപാട് തസ്തികകൾ കേരളമൊട്ടാകെയുണ്ട്. പല മേഖലകളിൽ ജോലിക്ക് ആവശ്യമായിട്ടുള്ള, ഗവൺമെൻറ് ജോലിക്ക് ആവശ്യമായിട്ടുള്ളവരെയും ആവശ്യമുണ്ട്. നേഴ്സ് ജോലിക്കാണെങ്കിലും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കേരളത്തിന് പുറത്ത് എന്ന പോലെ കേരളത്തിനകത്തും നമുക്ക് എന്നും ഒരു ജോലി ഉറപ്പായിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് നേഴ്സിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സെക്ഷനിലാവും. നമ്മൾ വിചാരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ എന്തോ വേറെ വലിയ സംഭവമാണ്, നമുക്കിതൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അതൊന്നുമല്ല, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിളിൽ നമ്മളൊരു സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും,
ഒരു സെർച്ച് ചെയ്ത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള ഒരുപാട് ഡാറ്റകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു സൈറ്റിൽ നിന്ന് അവരത് കണ്ടെത്തി നമുക്ക് അനുകൂലമായൊരു സംഗതി ചെയ്തു തരുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ നമ്മൾ ഒരു കൂട്ടുകാരനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ കൂട്ടുകാരനെ സെർച്ച് ചെയ്യുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പേരുകൾ പിന്നെ വരും, നമ്മൾ സെർച്ച് ചെയ്യാതെ വരുന്നത്. അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനമുണ്ട്. ഇനി വരുന്ന കാലങ്ങളിൽ അത് കൂടിക്കൂടി വരും. എന്നിരുന്നാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ തന്നെയും ജോലി സാധ്യതകൾ ഇപ്പോൾ ഒരു കാലത്ത് കമ്പ്യൂട്ടർ വരുന്നതോടെ മനുഷ്യൻ്റെ ജോലി സാധ്യത തീർത്തും ഇല്ലാതാകും എന്ന് പറഞ്ഞു. ജോലി സാധ്യത ഇല്ലാതാവുകയല്ല, ആ സാധ്യത മനുഷ്യൻ്റെ കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ, പേരൻസ് ആയാലും ഗ്രാൻഡ് പേരൻസ് ആയാലും കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ ചെറിയ പ്രായത്തിലേ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു താല്പര്യമുള്ള ആ ഒരു ഫീൽഡിലേക്ക് അവർ ചെറുതിലേ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക. അവരെ എന്നാൽ ആണ് നമുക്ക് ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ കൃത്യമായ ലക്ഷ്യബോധത്തോടെ പഠിക്കാനും ആ നിലയിൽ വലിയ ഒരാളായി എത്തിപ്പെടാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി ബാക്കിയുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം.